രവീന്ദ്ര നീ എവിടെ? ഈ ടൈറ്റിൽ എങ്ങനെ വന്നു എന്നറിയോ? എന്നോടോ? എനിക്കറിയില്ല സാർ, ഒന്ന് പറഞ്ഞു. ഞാൻ ഓരോരുത്തരും ചോദിക്കും ടൈറ്റിൽ എങ്ങനെ വന്നു. നിങ്ങൾക്കറിയോ? ഞാൻ അറിയാൻ എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങൾക്കറിയോ ടൈറ്റിൽ എങ്ങനെ വന്നു? ഞങ്ങൾ എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിട്ടിരിക്കുക. അതെനിക്കറിയാം. ഞാൻ സ്ഥിരം ഉണ്ടാവുന്ന കമ്പനിയിൽ ഞാനും ഇദ്ദേഹം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും അബാബിന്റെ റിസപ്ഷനിൽ ഇരിക്കുന്നതാണ്. ആര്? ഇവിടുത്തെ ഈ സെയിം ഹോട്ടൽ, ബാർ ഹോട്ടലിലാണോ? എന്തോ ഞാൻ ഇരിക്കണ എവിടെയാണ്? എങ്ങനെ ടൈറ്റിൽ വന്നു അത് പറയൂ. അറിയോ? അറിയില്ല സാറേ. എനിക്കും അറിയില്ല. ആർക്കും അറിയില്ല അല്ലേ? ആർക്കും അറിയില്ല. അറിയോ? എനിക്കറിയാം ടൈറ്റിൽ വന്നതാണ്. അതെ പറയൂ. ഞാൻ അതിനകത്ത് ന്യൂസ് വായിച്ച ഓ ഞാനിട്ട ടാഗ് ലൈനാണ്. അതെ. സെൽഫ് പ്രൊമോഷൻ അറിയുന്നുണ്ടോ? ഹൈറ്റ്സ് എന്നൊക്കെ പറയുന്നതാണ്. അലിയക്കുട്ടി, ഇതാണ് ഞാൻ ആ ന്യൂസ് അവർ അവതരിപ്പിക്കുമ്പോൾ ടാഗ് ലൈൻ കൊടുത്തത്. പക്ഷേ അപ്പോൾ അവിടെ എഴുതി വെച്ചു ഇത് തന്നെ പേരാക്കണമെന്നുള്ളത്. ഈ ചോദ്യം വേണ്ടായിരുന്നു. വേണം. ഈ ഫസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഞാൻ ഈ സിനിമയിലുണ്ട് പറഞ്ഞാൽ പോരല്ലേ? മാത്രമല്ല ഞാൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കാരണം അറിയാമോ? എങ്ങനെ? കാരണം ആ സിനിമ കണ്ടിരുന്നത് ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. ഇപ്പൊ ശ്രദ്ധിക്കൂലേ? മനസ്സിലാർക്കും ഓർമ്മ. ഈ സിനിമയുടെ ഏറ്റവും കാരണം ക്ലൈമാക്സ് ഞാനിപ്പോ ആണ്. ഓർക്കുന്നു, ഒരു കോട്ടും ടൈയും തന്നിരുന്നല്ലേ, അതാണ് ശ്രദ്ധിക്കാതെ പോയത്. നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇല്ല, ഞാനത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനില്ല. അല്ല ഞാൻ പറഞ്ഞേ മാറ്റി വേറെ ആളെ വെച്ചു. സിനിമയെക്കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടാ. സിനിമയെക്കുറിച്ച് അല്ല, നന്നായിട്ട് നന്നായിട്ട് അറിയാം. എന്താ ധ്യാന്റെ മുഖത്തോട്ട് രവീന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ. ഞാനല്ല രവീന്ദ്രൻ. അല്ല ഞാൻ ചോദിച്ചല്ലേ രവീന്ദ്രൻ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ അവിടെ നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അല്ല ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഈ കോമാളി വേഷം ഒരു വെച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത് മാറ്റി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പറയുന്നത്. പക്ഷേ ഞാൻ വന്നുകൊണ്ട് നല്ല ടൈറ്റിൽ കിട്ടി. അത് കിട്ടി. അതിനെല്ലാം ഫുൾ ക്രെഡിറ്റ്. എല്ലാം നിങ്ങൾ തന്നെ കംപ്ലീറ്റ്. എല്ലാം എല്ലാം. ഓ, അത് അത്ര വേണ്ട, എനിക്ക് എല്ലാം എനിക്ക് വേണ്ട. എനിക്ക് ഇതിന്റെ മാത്രം മതി. ഇരിക്കട്ടെ മക്കളെ, ഇത് എനിക്ക് ഇരിക്കട്ടെ. എന്താ ഇറങ്ങുമ്പോ മിക്കവാറും ചോദിക്കും ഹൈദരാബാദ് രീതി എവിടെയത്, ഈ പേരിട്ടോട്ട് ചോദിക്കും. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോ? പറയുകയും ചെയ്ത് ഞാൻ കണ്ടുണ്ട് ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞ പക്ഷെ ഇങ്ങനെ എടുത്ത് പറയണം. പറയുകയും ചെയ്തു. കട്ട് ചെയ്ത് കളഞ്ഞോ? ഇനി കട്ടി, സിനിമ റിലീസ് ചെയ്തപ്പോ ഇനി കട്ടി. ഞാൻ കണ്ടു ഒരു മിന്നായം പോലെ. പക്ഷെ ഈ പറഞ്ഞത് കറക്റ്റാ. രവീന്ദ്ര ഈ ടൈറ്റില് അല്ലേ, രവീന്ദ്ര നീ എവിടെയെന്ന് അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ആണ്. ഇനി അതിലില്ലെങ്കിലും വേണ്ടില്ല. അതെന്താ ഒരു ഉൾക്കൊത്ത്? എങ്ങനെ? അത് കേട്ടില്ല. അതെന്താ അതിനകത്തൊരു ഇതൊരു ഇല്ലെങ്കിലും വേണ്ടില്ല. ഇവരൊക്കെ എഴുതി വെച്ചിട്ട് ഇനി മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് കട്ട് ചെയ്ത് പോയെങ്കിലും. ഇല്ല ഇല്ല. എന്തായാലും വീണ്ടും നല്ലൊരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയാണ്. ധ്യാൻ്റെ എത്രാമത്തെ സിനിമയാണ് അറിയില്ല. 101. എന്തായാലും നമ്മളൊരു 3-4 സിനിമ ഒരുമിച്ച്. നമ്മുടെ കുടുംബത്തിൽ എത്ര സിനിമ? നാലാമത്തെ സിനിമ കുടുംബത്തിലെ കുടുംബ ആർട്ടിസ്റ്റാണ് കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്ത് പറഞ്ഞെത്തും. അമീറിന്റെ ഫോൺ തേഞ്ഞു തീർന്നാലും വേണ്ടില്ല. അതെ എത്തൂല്ലേ? എന്തായാലും നല്ലൊരു സിനിമ. അതിന് വേണ്ടി നമ്മൾ കുറേ ആയി പോയിരുന്നിട്ട് അല്ലേ? നമ്മളിടയ്ക്ക് വിളിക്കുമായിരുന്നു, ഈ സിനിമയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഒരു വെറൈറ്റി സിനിമയായിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ, എനിക്ക് കഥ കുറച്ച് കേട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയ്ക്ക്. ഇത്തരമൊരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് എത്തുന്നത്? ഇത്തരം സബ്ജക്റ്റിൽ ഞാനിലെത്തുന്നത് അത് മനോജ് പാലോടൻ ആണ് ഇതിന്റെ വീട്ടിലെത്തി. അത് മനോജ് പാലോടൻ വീട്ടിലെത്തി, എബ്രഹാം മാത്യുവിന്റെ പൈസ വീട്ടിലെത്തി, ഷീല എബ്രഹാം കൃത്യമായിട്ടെത്തി, മറ്റൊരു ഹോട്ടൽ വിറ്റ പൈസയുമായി ഇറങ്ങി. അതൊക്കെ തന്നെ യൂഷ്വൽ കഥകൾ തന്നെ. എബ്രഹാം മാത്യു ഒരു സൈഡില് പുതിയ പുതിയ ഹോട്ടലുകൾ വയ്ക്കും, ഷീൽ ഇപ്പർ സൈഡിൽ സിനിമകളെടുത്ത് അത് പണയം വയ്ക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുറയ്ക്ക് നടന്നുകൊണ്ട് പോവാണ്. മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അനുമിച്ചേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്ന ഒരു ആ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തണമല്ലോ. അങ്ങനെ എത്താനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, പ്രധാന കാര്യം വെച്ചാൽ ഞാനിങ്ങനെ ഒന്നും ഒരു ബേസ് ഹ്യൂമർ, ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമറുള്ള ക്യാരക്ടേഴ്സ് കുറേ കാലമായി ചെയ്തിട്ട്, നമ്മൾ ഒന്നീ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടർ എന്നൊക്കെ പറയുന്ന എൻ്റെ സ്ഥിരം വാർപ്പ് മാതൃകകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വല്ലപ്പോഴാണ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ഷീലവും എബ്രഹാം ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തുക്കളും ആണ്. അവരൊരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ഭാഗമാവുക എന്നുള്ളത് തന്നെ
ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല രസമുള്ള ഷൂട്ട് ടൈം ആയിരിക്കും. ഞാൻ എപ്പോഴും അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, സ്ട്രെസ് വലുതായിട്ടില്ലാത്ത അത്തരം ഒരു ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതായിരിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടും, പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ മറ്റേ ഇൻ്റർവ്യൂസ് പറഞ്ഞ പോലെ ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഇതൊരു ഫാമിലി ഫിലിമാണ്. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള സിനിമയേ അല്ല. അവർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇതൊരു 30+ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫിലിം അങ്ങനെ ആസ്വദിച്ച് പോകാവുന്ന ഒരു സിനിമയാണ്. ബാക്കി അതിന്റെ വരുംവരായകൾ നമ്മൾ അറിയില്ല, നമ്മളെല്ലാം ട്രൈ ചെയ്യണമല്ലോ. അതെ അതെ. ഇതെല്ലാം നമുക്ക് നേരത്തെ ഈ ഫോർമുലാസും എന്താണ് ഇതിന്റെ ഹിറ്റ് മന്ത്ര എന്നുള്ളത് അറിയാമെങ്കിൽ നമ്മൾ അതല്ലേ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. വി ആർ ഓൾ ട്രൈ. ഇപ്പം നമ്മളിപ്പം വെറുതെ ഒരു ഇതിന് ഷീലുവിനെ കുറെ കുറേ ഇന്റർവ്യൂ ആയിട്ട് ഷീലു തന്നെ പറഞ്ഞ പോലെ എയറിൽ നിർത്തുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗൾഫിലൊക്കെ പോയിട്ട് വരും. എന്തോ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഗൾഫിലൊക്കെ പോയിട്ട് വരും. അതെ, അത്രയ്ക്ക്. അതെ. അപ്പൊ അതല്ലാതെ ഇറങ്ങുന്നതോടുകൂടി അവരിപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 15ഓളം സിനിമകൾ നിർമ്മിക്കുന്നു, ഇനിയും എന്തായാലും തുടരും. അപ്പം അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം മൂവീസ് തുടരും. അതാ മൂവീസ് തുടരുന്നില്ലേ? 15 ഇപ്പം എല്ലാം സൂപ്പർ ഹിറ്റുകളോ ഒന്നും അല്ല. വളരെ കാശ് പോയ 2-3 സിനിമകൾ ഉണ്ട്. എന്നിട്ട് പോലും വീണ്ടും സിനിമകൾ ചെയ്യുന്ന ഈ സിനിമയോടുള്ള, ഈ മാധ്യമത്തോടുള്ള ഒരു ഇഷ്ടം ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിനൊപ്പം കൂടെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് ആ മൊത്തം കാര്യത്തിൽ. ഇപ്പം ഞാനും ഒക്കെ ഈ ഒരു കമ്പനിയുടെ ഭാഗമാവുന്നതിൻ്റെ കാരണം അത് തന്നെ ആയിരിക്കണം. നല്ലൊരു കോർഡിയൽ അറ്റ്മോസ്ഫിയറിലാണ് ഇത് മൊത്തം പോകുന്നത്. ഇതിനകത്ത് മറ്റ് ബഹളങ്ങളില്ല, മറ്റ് സ്ട്രെസ്സുകളില്ല. പിന്നെ ഓഫ്കോഴ്സ് മനോജും കൃഷ്ണ പൂജപ്പുരയും അന്ന് പറഞ്ഞ കഥയ്ക്ക് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ്സിലേക്ക് ആ സിനിമ എത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ. ചെറിയ സിനിമയാണ്, വളരെ ചെറിയ ഒരു സിനിമയാണ്. വളരെ ഒരു റെസ്ട്രിക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചെയ്യുന്ന സിനിമയാണ്. ഒരു ചെറിയ ചിരിയോടെ നമുക്ക് മൊത്തം ഫാമിലീസിന്, സ്പെഷ്യലി ഫാമിലീസിന് കണ്ട് പോകാവുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സിനിമയാണ് എന്തായാലും. ഈ ധ്യാനുമായിട്ട് ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച ഞാൻ തുടങ്ങിയതിന് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് അല്ലല്ലോ, ഉറങ്ങുമായിരുന്നില്ല. അല്ല അഭിനയിച്ച ആദ്യമായിട്ട് അഭിനയിച്ച ആദ്യമായിട്ടല്ലേ അതെ ഒരുമിച്ച്? അനുപച്ച, ഈ ധ്യാൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് അനുപേട്ടൻ. ഇപ്പം നിങ്ങൾ കുറേ ഇന്റർവ്യൂസ് ഇപ്പോൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തു. നിങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂസും ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പ് ഇന്റർവ്യൂസിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല. ഇല്ലല്ലോ. ധ്യാൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം എന്താ? അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇനി പേടിയാണ്. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി പേടിയാണ്. എന്തിനാണ്? കാരണം കുറെ കഥകൾ എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പുറത്തെവിടെയും പോയി പറയുന്നുള്ള പേടിയാണ്. എന്തായാലും കഥ പറയുന്നത് വളരെ സൂക്ഷിച്ച് പറയുകയും ചെയ്യണം കേട്ടോ. അല്ല, അവരടുത്ത് നുണയും പറയാൻ പറ്റും. സത്യസന്ധമായിട്ട് എടുക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.